നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകാനിരിക്കുന്നതേയുള്ളൂ. കാരണം ഇടതുമുന്നണി LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോകുന്നതേയുള്ളൂ. BJP മത്സരരംഗത്ത് ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആര് എന്നതൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. BJP ചിലപ്പോൾ മത്സരിച്ചേക്കില്ല എന്ന തരത്തിലേക്കൊക്കെയുള്ള വാർത്തകളും ചില ആലോചനകളും ആ പാർട്ടിയിൽ നടക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അന്തിമ തീരുമാനം ആ പാർട്ടിയെ സംബന്ധിച്ചും ആ മുന്നണിയെ സംബന്ധിച്ചും വന്നിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമല്ല. പക്ഷേ അപ്പോഴും ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന പൊളിറ്റിക്കൽ ക്രെഡിറ്റ് UDF അവകാശപ്പെടുമ്പോൾ അത് ആ പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ടുള്ള അസംതൃപ്തിയുടെ പല തലങ്ങളും ഇപ്പോൾ വാർത്തകളിൽ വളരെ പ്രകടമായി നിൽക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കൂടുതലായി ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുക. ശ്രീ അനിൽകുമാർ, ഈ സാഹചര്യത്തെ CPIM എങ്ങനെയാണ് കാണുന്നത്? CPIMന്റെ സീറ്റാണ് LDFൽ. CPIM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ VD സതീശനൊക്കെ വളരെ കാര്യമായി പറഞ്ഞത് ഒരു ഞായറാഴ്ച കൂടി ഇടയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ, വിജ്ഞാപനം വന്നപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കന്നെ, ഞായറാഴ്ച ആയിപ്പോയതുകൊണ്ട് തിങ്കളാഴ്ച പ്രഖ്യാപനം വന്നു. അന്ന് AICC ഇല്ലല്ലോ, അപ്പോൾ ഹൈക്കമാൻഡ് ഇല്ല, നേതൃത്വമില്ല എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണ് UDF നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈവിട്ടുപോയ നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാം, അതിന് അവരുടേതായ രാഷ്ട്രീയ കാരണങ്ങൾ അവർ കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു മുന്നോട്ട് പോക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ ഒരു വിലയിരുത്തൽ. അത് വസ്തുതാപരമായി ശരിയായി CPIM കാണുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലകൾ വളരെ കുറയുകയാണ്. മലബാറിൽ കോൺഗ്രസിന് മത്സരിക്കാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. കോഴിക്കോട് ജില്ലയിൽ കുറേ കാലമായിട്ട് കോൺഗ്രസിന് MLA-മാരില്ല. അപ്പോൾ നിലമ്പൂരിൽ, മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് ജയിക്കുന്ന 1-2 മണ്ഡലങ്ങളിൽ ഒന്ന് മാത്രമാണ് നിലമ്പൂർ. അവിടെ 10-40 കൊല്ലക്കാലമായി MLA ആയിരുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ മകനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, അത് തൃക്കാക്കരയ്ക്ക് പിന്നാലെ, പുതുപ്പള്ളിക്ക് പിന്നാലെ അതേ വഴിയിൽ തന്നെ കോൺഗ്രസ് പോകുന്ന ഗതികേടിൻ്റെ നിലയാണ്. ആ ഗതികേടിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും കുളിച്ചില്ലെങ്കിലും എൻ്റെ വസ്ത്രങ്ങൾ അവിടെ അയലകത്ത് കിടപ്പുണ്ട്, അല്ലെങ്കിൽ അയലയിൽ കിടപ്പുണ്ട്, അത് എടുത്ത് ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള അവകാശവാദങ്ങളാണ് യഥാർത്ഥത്തിൽ UDF ഉന്നയിക്കുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടുള്ളൊരു പോരാട്ടത്തിലേക്ക് വരികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും. 57 കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 59 57 LDF വന്നതോടുകൂടി കൈവിട്ടു പോയല്ലോ, ഞങ്ങൾ ആ ഗവൺമെൻറ് വരുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടത്ര ഒരുങ്ങാനായില്ല, ഞങ്ങൾ തമ്മിലടിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായത്, ആ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമല്ല, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. ഇതായിരുന്നു വിമോചന സമരത്തിൻ്റെ ന്യായം. 59 പിരിച്ചുവിട്ട ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് 60 നടന്നത്, കേരളത്തിലെ വിമോചന സമര ശേഷമുള്ള തെരഞ്ഞെടുപ്പ്. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ നേടിക്കൊണ്ട് 60 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുത്തു തെളിയിച്ചു. പക്ഷേ നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടിയില്ല. പക്ഷെ ഉണ്ടാക്കിയ ആ UDFൻ്റെ അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ വലതു മുന്നണി വളരെ വേഗം തകർന്നു തരിപ്പണമാകുന്നതും പിന്നീടുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളും എല്ലാം നമ്മുടെ കേരളത്തിന് മുമ്പിലുണ്ട്. ഞാനിതിപ്പോൾ ഓർപ്പിക്കാൻ കാരണം, 3ാം തുടർഭരണത്തിലേക്ക് LDF പോകുന്നു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള കേരളത്തിലെ ചുരുക്കം സീറ്റുകൾ, ആ സീറ്റുകളിൽ നടക്കുന്ന മത്സരങ്ങളിലൂടെ തങ്ങളുടെ മുൻ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളെ മത്സരിപ്പിച്ച് തൽക്കാലം അവിടെ ഒരു വൈകാരിക പരിസരം ഉണ്ടാക്കി എങ്ങനെങ്കിലും മറികടന്നാൽ, അതിൽ പ്രത്യേകിച്ച് BJP ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് തന്നെ എടുത്തിരിക്കുന്നത്. BJP തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മത്സര രംഗത്തേക്ക് വരുന്നില്ല, പിന്നെ ആ സീറ്റ് മറ്റാർക്കോ കൊടുക്കാനൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഫലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യം തമ്മിലുള്ള നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്കാണ് നിലമ്പൂർ മാറുന്നത്. അങ്ങനെ മാറുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മണ്ഡലത്തിൽ ഏതാണ്ട് 2000 കോടി രൂപയുടെ വികസനം 9 കൊല്ലം കൊണ്ട് നിർവഹിച്ചിട്ടുണ്ട് എന്ന് നവകേരള സദസ്സിൻ്റെ വേദിയിൽ അന്നത്തെ MLA പറയുന്നത് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അത് ദേശീയപാത അടക്കം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും കേരളത്തിന് വേണ്ടി വോട്ട് ചെയ്യണം, അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. CPIMൻ്റെ അഭ്യർത്ഥന, അവിടുത്തെ ജനങ്ങൾ കേരളത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. ഈ പെരുമഴയിൽ ഇന്ന് 62 ലക്ഷം വീട്ടിൽ 3200 രൂപ വെച്ച് പെൻഷൻ എത്തി. ആ നന്മ തുടരണമെങ്കിൽ 4 ലക്ഷം പേർക്കാണ് പട്ടയം കിട്ടിയത്. UDFനെ സംബന്ധിച്ചിടത്തോളം കാട്ടിൽ നിന്നൊരു ആന ഇറങ്ങിയാൽ
ഇല്ലെങ്കിൽ ഒരു കടുവ അവരുടെ ടെറിട്ടറിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആ കടുവ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗതിയില്ലാത്ത കടുവയാണ്. ഗതിയില്ലാത്ത കടുവ ചിലപ്പോൾ മനുഷ്യനെ ആക്രമിക്കും. ഇത്തരം കാര്യങ്ങൾ വീണ് കിട്ടുന്ന ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ ദേശീയപാതയിൽ മഴക്കാലത്ത് വിള്ളലുണ്ടായി. ദേശീയപാത ഇന്ത്യ മുഴുവൻ പണിയുന്ന ഇന്ത്യ ഗവൺമെൻറ്റാണ്. അവർ തന്നെ കരാറുകാരെ നിശ്ചയിച്ചിരിക്കുകയാണ്. അവർ തന്നെ നിർമ്മാണം നടത്തുന്ന തത്വ പ്രതിസന്ധികളുണ്ടായി. നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്ത പല സ്ഥലങ്ങളിലും അതിൻ്റെതായ ദുരന്തങ്ങളും പിന്നീടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കേരള സർക്കാരിൻ്റെ തലയിൽ വെച്ച് കെട്ടാനാവില്ല. അപ്പോൾ കേരള സർക്കാരിൻ്റെ തലയിലേക്ക് ഇത്തരം കാര്യങ്ങൾ വെച്ച് കെട്ടി സർക്കാരിനെ ആക്ഷേപിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം മാത്രമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDF ഒരു കാര്യം പറയാനുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ശരി, മലപ്പുറം മണ്ഡലത്തിൻ്റെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക്, നിലമ്പൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കോൺഗ്രസ് എടുക്കുന്നൊരു പൊസിഷൻ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് കീഴടങ്ങാത്തൊരു കോൺഗ്രസിനെയാണ് ആര്യാട് മുഹമ്മദ് നിലമ്പൂരിൽ അവതരിപ്പിച്ചിരുന്നത്. അതിന് നിലമ്പൂരിൻ്റെ പ്രത്യേകമായൊരു മതസമുദായ പരിസരം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലീഗിനോട് ഏറ്റുമുട്ടുന്ന ആര്യാടനെ കുറിച്ച് നമ്മുടെ കേരളം കണ്ടിട്ടുണ്ട്. ആര്യാടൻ്റെ മകനാണെങ്കിൽ പോലും പലപ്പോഴും തങ്ങളുടെ അവിടുത്തെ ആധ്യാത്മിക വ്യാപാരത്തെ സംബന്ധിച്ചും അത് ക്രിമിനൽ കുറ്റമാണ് എന്ന നിലയ്ക്കുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ ലീഗിനോട് ഇവർ ഏറ്റുമുട്ടുന്നതെന്ന് നമ്മൾ തോന്നുന്നുണ്ടാവാം. മുസ്ലിം ലീഗിൻ്റെ ഗതികേട് എന്താണ്? തങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആര്യാടൻ്റെ മകനെ ചുമക്കേണ്ട ഗതികേടിലേക്ക് ലീഗും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആര്യാടൻ കുടുംബം ആക്രമിച്ചിട്ടുള്ള ലീഗിൻ്റെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലേക്ക് ആര്യാടൻ്റെ കുടുംബവും എത്തിച്ചേർന്നിരിക്കുന്ന രണ്ടു കൂട്ടരും തരിപ്പണമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. പിന്നെ കൂട്ടത്തിൽ അൻവറിന് നിലമ്പൂരിൽ ഒരു സ്വാധീനം പോലും ഇല്ല. ഒരാൾ പോലും അൻവറിൻ്റെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പാക്കണം എന്ന തരത്തിലുള്ള ക്യാമ്പയിനുമായിട്ടാണ് ജനങ്ങളിലേക്ക് പോകുന്നത്. നിശ്ചയമായി ഇവിടുത്തെ ജനങ്ങൾ അത് പരിഗണിക്കുമെന്നാണ് LDF വിചാരിക്കുന്നത്.